പത്രമാറ്റിൻ്റെ ഒരു പുതുപുത്തൻ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് നയന ഇതുവരെ അറിഞ്ഞില്ലായിരുന്നു ഗോവിന്ദൻ വീടും വസ്തുവും എല്ലാം വിൽക്കാൻ പോകുന്നത്. അത് അനി സുഹൃത്തുക്കൾ വഴി അറിയുന്നു, നയനയോട് പറയുന്നു. അപ്പോൾ നയന എങ്ങനെയെങ്കിലും അച്ഛനെ അമ്മയെ സഹായിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. തുടർന്ന് ഇതുപോലെ കനക പറയുന്നുണ്ട്, എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഗോവിന്ദട്ട, എങ്ങനെയെങ്കിലും നമുക്ക് ഈ പൈസ റെഡിയാക്കണമെന്ന് പറയുന്നു. അവസാന മാർഗ്ഗമെന്നുള്ള രീതിയിൽ ഗോവിന്ദൻ ഉറച്ചു നിൽക്കുകയാണ്, വീടും വസ്തുവും വിൽക്കാമെന്നുള്ള രീതിയിൽ തന്നെ. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതുപോലെ 1,00,000 രൂപയുമായിട്ട് നയനയുടെ അടുത്തേക്ക് ആദർശ് വരുവാണ്. അതായത് നയന താഴ്ചയിലേക്ക് പോയ കമ്പനിയെ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നതിന് നയനയ്ക്ക് പ്രതിഫലമായിട്ട് 1,00,000 രൂപയും കൊണ്ടുവരുവാണ് ആദർശ്. അതായത് പ്രതിഫലം കൊടുത്തുകൊണ്ട് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അവസാനം നയന പറയുന്നുണ്ട്, എനിക്ക് ഈ പൈസയുടെ ഒന്നും ആവശ്യമില്ല ആദർശേട്ട എന്ന് പറയുന്നു. സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായ സാഹചര്യമായിരുന്നു നയനയ്ക്ക് ആ പൈസ. കാരണം അച്ഛനെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നയന പറയുകയാണ്, എനിക്ക് ഈ പൈസയുടെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ട് പറയുന്നു, നിനക്ക് ഈ പൈസ വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഇനിയും നീ മുന്നോട്ട് ഈ കമ്പനിയിൽ ഒരു സഹായവും വേണ്ട എന്ന് ഞാൻ പറയും. നീ ഈ പൈസ വാങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. നേരത്തെ ഇതുപോലെ പൈസ കൊടുത്തപ്പോഴും നയന വാങ്ങാത്തപ്പോൾ ആദർശ് നിർബന്ധിച്ചേൽപ്പിച്ചതാണ്. അവസാനം ആദർശിൻ്റെ നിർബന്ധം സഹിക്കാനാവാതെ നയന ആ പൈസ വാങ്ങുന്നു. തുടർന്ന് അച്ഛന് കൊടുക്കുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന എപ്പിസോഡ് എന്തായാലും കിടക്കാച്ച എപ്പിസോഡാണ്. തുടർന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.